തുപ്പാക്കിയും കണ്ടാ വന്നേക്കണേ. തുപ്പാക്കിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഷോട്ട് കിടു കിടു അല്ല, എന്ത് രസല്ലേ ഫ്രെയിം. ഓ മണമല്ലേ, പട്ടികൾക്ക് എത്ര ദൂരം മണം പോകാൻ പറ്റില്ലേ, നമ്മള് കണ്ടല്ലേ. യെസ്, ബീജിയം, ഡോഗിന്റെ ബീജിയം ഉണ്ട് അതിനകത്ത് ഇടക്ക്. മറ്റേ സ്ഥലം പക്ഷെ അവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ஒவ்வொரு போட்டோவை ப்ரொஜெக்ட் பண்ண. இவனை யாருக்கு தெரியும்? इसको कौन जानता है? मेरे भैया. அந்த பக்கம் போ. मेरे चाचा जी. He's my brother. இவன் யாரு? உன்னோட அண்ணனா? இல்ல, உன்னோட அண்ணனா? ആളെ മാറ്റിയില്ലേ, പിടിച്ചാണെന്ന് മാറി. ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. ടൈം കളയാനാണ് നീ അടുത്ത ഫോട്ടോ കാട്ട്. ഇല്ലേ, ടൈം मेरे भैया. പക്ഷെ ഇപ്പുറത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. இந்த 5 போட்டோலயும் ஒண்ணே இல்ல. அந்த ഗ്രൂപ്പ് ഫോട്ടോ ஒண்ணா காட்டு. കുറച്ച് ടൈം പോകും. വരാനുള്ള സമയം ഈ ഫോട്ടോ ഇതിൽ തന്നെ ഉണ്ടല്ലേ. അവർക്കും ആളെ കാണണ്ടേ. किडनैप பண்ண வேண்டிய பொண்ணோட வண்டியை உன்னை யார் ஓட்டிட்டு வர சொன்னது? मेरे भाई ने कहा. പിന്നല്ല, ഇപ്പുറത്തെ ആ ബീജിയം കുറച്ച് ഇമോഷനും വന്നല്ലേ. ஆபரேஷன் முடிஞ்சது. அது எந்த டீம்னு தெரிஞ்சிருச்சு. அந்த டீம்ல இருக்க ஒருத்தன் தான் அவன் தங்கச்சியை மாத்தி அனுப்பியிருக்கான். எல்லா பொண்ணுங்களோட சிம் கார்டையும் ரிமூவ் பண்ணியாச்சு. நாங்க இருக்க இடம் அவனுக்கு தெரிய சான்ஸே இல்ல. No, no, no. He's not a fool. அவன் தங்கச்சியவே அனுப்பியிருக்கானா. He has a route to reach you and he will get to you. என்ன சொல்ற? அவன் வரதுக்குள்ள அந்த பொண்ணை கொன்னுட்டு அந்த இடத்த காலி பண்ணிட்டு. അല്ല, അവിടെ വിദ്യുജവാലിന്റെ ഏകദേശം അഗെയിൻ ബുദ്ധി കാണിച്ചത്. ബീജം മറ്റേ മിക്സ് ചെയ്താണല്ലേ, മിക്സ് ചെയ്ത്. അല്ല, ഇവിടെ തളപതി വരും, ഷുവറാണ് അല്ലേ. ഹലോ വന്നിരിക്കും. എന്തോ സൗണ്ട്. ഫസ്റ്റ് ഡോഗ വന്നേ. തുപ്പാക്കിയും കണ്ടാ വന്നേക്കണേ. തുപ്പാക്കിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. യെസ്, ഈ ഷോട്ട്
കിടു അല്ല എന്ത് രസമല്ലേ ഫ്രെയിം. നല്ല രസമുണ്ട്. നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്തോഷ് ശിവന്റെ ഫ്രെയിംസ് ആണ്. ആ ഭയങ്കര രസമല്ലേ കാണാനല്ല. വൺ മാൻ ഓപ്പറേഷൻ. അതും ആ ഒരു ഏരിയന്ന് നല്ല രസത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഒരാൾക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോഴാണ് തല്ല് കാണിക്കുന്നത്. തല്ലധികം ഉണ്ടായിരുന്നില്ല, കൂടുതലും ഷൂട്ട് ഔട്ട് അല്ലേ ഡയറക്റ്റ്. അറിഞ്ഞിട്ട പേര് തന്നെയാണ്. അത് ആർമി കോൺഫിഡൻസ് ആ അടിയിൽ തന്നെ അല്ലേ. ബോഡി ലാംഗ്വേജ്. ഇതിനേക്കാളും വലുതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള സംഭവം ഉണ്ടാവും. सबको मारने की कोशिश कर रहा है. സംഭവമാണ് ഇപ്പൊ അവര് കുറച്ച് ബുദ്ധി കളിയാൻ തുടങ്ങി. രണ്ടുപേരും ഏകദേശം ഓരോ ചിന്തിക്കുന്നത്. ഇയാൾക്ക് നല്ല പണി കിട്ടുന്ന പണിയുണ്ടല്ലോ. ഇയാളല്ലേ മെയിനാണ്, ഏകദേശം മറ്റേയാളുടെ മെയിനാണല്ലോ. സ്വാഗ്. ഇവിടെ തല്ല് മതിയല്ല, ഒരാളല്ലോ. എന്തെങ്കിലും പറയിക്കോ? ഒരാളെ കിട്ടിയാ നല്ലല്ല ശരിക്ക്. കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ആ ഡോഗാണ് എന്താ പറയാ കറക്റ്റ് ആയിട്ട് വന്ന്. ഫ്രെയിം അയാളെ കൊണ്ടുപോകട്ടാ. അവരുടെ തന്നെ കാറാണോ എടുക്കണേ? അല്ലേ, ഡിക്കിയിൽ വെച്ചല്ല കൊണ്ടുപോകാനായിരിക്കും. There won't be problems anymore. I'll get you all safely into a taxi. In case if police ask, tell them it was dark and you couldn't see my face clearly. Okay? Get in. അങ്ങനെ പറഞ്ഞു നിർത്തി. ആ വണ്ടി തന്നെ വണ്ടി തന്നെ ഉണ്ട്. എന്തായാലും ഇപ്പൊ തന്നെ നല്ല നീളമുള്ള സീനാണ് സംഭവം. അറിഞ്ഞില്ല നീളമുള്ള സീനാണെന്നുള്ള പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഓപ്പറേഷൻ നല്ല ഫാസ്റ്റ് ആയിട്ടാ പോയത്. ആ ഒരു സംഭവം ഭയങ്കര ടെൻഷൻ മൊമെന്റും ഉണ്ട്. കറക്റ്റ് ഓരോ സീനിനും ആ ഒരു ഫ്രെയിം സംഭവങ്ങളൊക്കെ ഒരു രക്ഷയില്ല. നമ്മൾ എടുത്തു പറയാനുണ്ടോ, കാരണം നമുക്ക് കമന്റ്സ് ഉണ്ടായിരുന്നു സന്തോഷ് ശിവന്റെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. അതുപോലെ തന്നെ നമുക്കറിയാം AR മുരുകദോസ് പിന്നെ പറയാനില്ല. ആ ഒരു കംപ്ലീറ്റ് മേക്കിംഗ് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ തളപതിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഇപ്പത്തെ സീൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആ ഒരു ഫൈറ്റിന്റെ തുടക്കത്തിൽ ആ ഒരു പുകയിൽ ഇങ്ങനെ വരുന്നില്ല. പല എന്താ പറയാ മാഷപ്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് അപ്പൊ ഞാൻ ആലോചിച്ചത് ഏത് മൂവിയാണ് ഈ സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തളപതിയുടെ ആ ഒരു സംഭവം ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ മനസ്സിലായി നല്ല രസമുള്ള ഫ്രെയിം, അതുകൊണ്ടാണ് എല്ലാരും ഉപയോഗിക്കുന്നത്. ആ ഒരു പുകയിൽ നിന്നിട്ട് എന്താ പറയാ ആ ഒരു ഡാർക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അത് ഇട്ടിരിക്കുന്ന ഡ്രസ്സും അല്ലാണ്ട് മാച്ചിങ് കറക്റ്റ്. എനിക്ക് തോന്നുന്നു അതിന് തന്നെയായിരിക്കും ആ ഒരു ഡയറക്ടർ ബ്രില്യൻ സംഭവം ചെയ്തത്. അവിടെ തന്നെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറുന്ന ഒരു സീൻ കൂടെ നമ്മളെ ഡ്രസ് തന്നെ മാറ്റിയിട്ട് അത് നമുക്ക് കാണിച്ചു തന്നേരും. അല്ലെങ്കിൽ എന്താ പറയാ ഒരു
മറ്റേത് പോവില്ലേ, എന്താ പറയാ, പെട്ടെന്ന് അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടി എന്നുള്ളൊരു ചിന്തയൊക്കെ വരില്ലേ, അതും ആ ഒരു ടെൻഷൻ മൊമെന്റില് അല്ലെ. പിന്നെ എസ്പെഷ്യലി ഇതിനകത്ത് ആ ഒരു ഡോഗിനെ കേട്ടോ, പക്ഷെ ആ ഡോഗിനെ കാണിക്കുമ്പോ ചെറിയൊരു ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട്. കറക്റ്റ് വരുന്ന സമയത്ത് ആ സ്ഥലത്ത് എത്തുമ്പോ തന്നെ ശരിക്കും നമ്മള് വിജയണ്ണൻ ഫസ്റ്റ് വരുന്ന വിചാരിക്കാം, പക്ഷെ ഡോഗിനെ ഫസ്റ്റ് കാണിച്ചിട്ട് അതിലൊരു മാത്രല്ല ഓൾറെഡി അതിനെന്തോ പരിക്കുള്ളതാണ്, കാരണം ആ ഒരു സംഭവങ്ങളൊക്കെ. അപ്പൊ അതിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗാണ്. അപ്പൊ മുന്നേ ഏതോ ഒരു ഓപ്പറേഷന് പോയപ്പോ സംഭവിച്ചെന്തെങ്കിലോ അങ്ങനെയൊക്കെയാ കാണിച്ചത്. അപ്പൊ പക്ഷെ ആ ഒരു ഡോഗിനെ കൊണ്ടുവന്ന സമയത്ത് പിന്നെ ആ പോകുന്ന സമയത്തൊക്കെ നമുക്ക് വല്ലാണ്ടൊരു ഗൂസ് ബംസ് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഈ സീനിൽ കംപ്ലീറ്റ്ലി ആ ഒരു BGM കളിച്ച കളി. കാരണം വെച്ചാല് ഒരേ സമയത്ത് തന്നെ ടെൻഷൻ മൊമെന്റിന്റെ BGM ഉണ്ട്, ഇമോഷണലി ആ സാധനം ആ ഒരു ഫ്ലൂട്ട് ഏരിയ വരുന്നുണ്ട് കുറച്ചല്ലേ ആ ഒരു ഡോഗിനെ കൊണ്ടുവന്ന സമയത്ത്. അതും നല്ല രസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരേ സമയം നമ്മളല്ലേ ജീവൻ പണയം വെച്ച് അല്ലെങ്കിൽ എന്താ പറയാ കുടുംബത്തിലുള്ള ആൾക്കാരെ വിട്ടുകൊടുത്തിട്ട് പോലും വില്ലന്മാരെ പിടിക്കാന്നുള്ള അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ആർമി ഓഫീസറാന്നുള്ള സംഭവം കാണിച്ചു തന്നിട്ടുണ്ട് ഈ സീനിൽ. അവിടെ തന്നെ പെങ്ങന്മാര് പറയുന്ന കണ്ടീഷൻസ് വേറെ രസമായിരുന്നല്ലേ, ഡ്രസ് എടുത്തിരുന്നൊക്കെ പറയുന്നത്. ആ ഒരു ഡീലൊക്കെ വെച്ചിട്ടാണ് എന്താ പറയുക ഈ സംഭവം ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അറിയില്ല എന്താ കാര്യം അറിയില്ല. അപ്പൊ എന്തായാലും ഈ ഒരു മിഷൻ അവിടെ അവസാനിച്ചു. അടുത്തത് എന്താ നമുക്ക് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ആ വിദ്യുജാമാലിന്റെ എന്താ പറയാ ഇടങ്കയോ അല്ലെങ്കിൽ അതിനെയാണ് കൊണ്ടുപോയേക്കണം. ഏകദേശം മെയിൻ ആൾ തന്നെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് ഡയറക്റ്റ് ലിങ്ക് ആയിരിക്കും. ഇനിയിപ്പോ നേരെ പിടിക്കാൻ പറ്റുന്ന ഈസിയിൽ പറ്റുന്ന. എന്തായാലും നെക്സ്റ്റ് സീന് വേണ്ടിട്ട് നമ്മളും കറക്റ്റ് വീട്ടിൽ കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.